പത്തിയൂർ 12ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ പത്തിയൂർ പഞ്ചായത്ത് LDF ആണ് ഭരിക്കുന്നത്. CPM വിട്ട് BJPയിലേക്ക് പോയ ജില്ലാ പഞ്ചായത്ത് അംഗം ബിബിൻ സി ബാബുവിന്റെ നാടാണ് പത്തിയൂർ. നിധിൻ തോമസ് ആണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകാനായിട്ടുള്ളത്. ഇപ്പോൾ ബിബിന്റെ വാർഡാണെന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. വോട്ടിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു നിധിൻ? വോട്ടിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്യ. അതുപോലെ തന്നെ ഈ ബിബിൻ്റെ നാടാണ് എന്നുള്ളത് തന്നെയാണ് ഈ ആലപ്പുഴ പത്തിയൂർ ഗ്രാമപഞ്ചായത്തിനെ നിലനിർത്തുന്നത്. അതായത് ഈ ബിബിൻ്റെ അമ്മ കാലങ്ങളോളം അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ബിബിൻ നമുക്കറിയാം CPM വിട്ട് BJPയിലേക്ക് പോയ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ വാർഡിൽ CPM ജയിച്ചത് 54 വോട്ടുകൾക്ക് മാത്രമാണ്. അപ്പോൾ ഇത് കാലങ്ങളോളം CPMൻ്റെ കോട്ടയാണ് എന്ന് പറയുന്നൊരു പഞ്ചായത്താണ്. എന്നിരുന്നാലും കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ ആളോട് 54 വോട്ടിന് മാത്രമാണ് ജയിച്ചത് കഴിഞ്ഞ തവണ. അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നാളെ വരുന്ന ഫലം, നാളെയാണ് ഇതിൻ്റെ ഫലം പുറത്തു വരിക. അപ്പോൾ ഈ ഫലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബിബിന് നിർണായകമാണ്, അതുപോലെ തന്നെ BJPക്ക് നിർണായകമാണ്. ഈ BJPയിലേക്ക് പോകുമ്പോൾ പറഞ്ഞിരുന്നത് തനിക്കൊപ്പം കുറെ പേര് ഇനിയും പുറകെ വരും എന്നുള്ളതാണ്. അതിന്റെ ചില പാർട്ടി മാറ്റമൊക്കെ നമ്മൾ കണ്ടു. എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ 55 വോട്ടൊക്കെ ആകുമ്പോൾ നിർണായകമാണ് കാര്യങ്ങൾ. എങ്ങനെയാണ് ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും അക്ഷയ നിർണായകമാണ്. അതുതന്നെയാണ് ഇപ്പോൾ അവിടുത്തെ ആളുകളും നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഒരു 5 CPM പ്രവർത്തകർ CPM വിട്ട് BJPയിലേക്ക് കൂറേറിയിരുന്നു. അത് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ നേരിട്ട് വന്നാണ് അവരെ BJPയിലേക്ക് സ്വീകരിച്ചതും. അതുപോലെ തന്നെ ഈ നിലവിൽ ബിബിന് ഇലക്ഷൻ്റെ ഒരു ചാർജും കാര്യങ്ങളും, തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചാർജും കാര്യങ്ങളും കൊടുത്തിരുന്ന സമയത്താണ് ബിബിനും ഇത്തരത്തിൽ CPM വിട്ട് BJPയിലേക്ക് പോകുന്നതും നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ വളരെയേറെ നിർണായകമാണ് നാളത്തെ ഫലം. എന്തെങ്കിലും ഒരു അട്ടിമറി നടന്നാൽ, അതായത് കഴിഞ്ഞ തവണത്തെ ഫലം പുറത്തു വന്നപ്പോൾ ഈ വാർഡിൽ BJP എന്ന് പറയുന്നത് 3ാം സ്ഥാനത്തായിരുന്നു. UDFൻ്റെ സ്ഥാനാർത്ഥിയോടാണ് 54 വോട്ടുകൾക്ക് CPM പരാജയപ്പെട്ടത്. അതുപോലെ തന്നെ ഈ അതേ സ്ഥാനാർത്ഥി തന്നെയാണ് UDFന് വേണ്ടി നിൽക്കുന്നത്. ദീപക് എരുവ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ വട്ടം നിന്നത്. ആ സ്ഥാനാർത്ഥി തന്നെയാണ് ഈ വട്ടവും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു അട്ടിമറി സാധ്യതയുണ്ടായാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ BJP നേടിയത് 406 വോട്ടുകളായിരുന്നു. ആ 406 വോട്ടുകളിൽ നിന്ന് കൂടുകയോ കുറയുകയോ ചെയ്താലും അത് ബിബിന് അത് വളരെയേറെ നിർണായകമായിരിക്കും. അതുപോലെ തന്നെ CPMനും ഇതൊരു അഭിമാന പോരാട്ടമാണ്. ഇപ്പോൾ കായംകുളത്ത് ഏരിയ സമ്മേളനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത്തരത്തിലൊരു ഫലം കൂടെ വരുമ്പോൾ ഭരണം എന്തായാലും മാറാനൊന്നും പോകുന്നില്ല. പഞ്ചായത്തിൻ്റെ ഭരണവും കാര്യങ്ങളും ഒന്നും മാറത്തില്ല. പക്ഷേ ഈ വാർഡിനെ സംബന്ധിച്ചിട്ട് ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത് ബിബിൻ്റെ പഞ്ചായത്താണ്, ബിബിൻ്റെ നാടാണ്. അതുപോലെ തന്നെ ബിബിൻ്റെ അമ്മ കാലങ്ങളോളം പ്രസിഡന്റ് ആയിരുന്ന നാടാണ്. അതുകൊണ്ട് തന്നെ ഈ വാർഡിൽ ഒരു ഈ ബിബിൻ കൂറുമാറിയതിന് ശേഷം വരുന്ന ഒരു ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ട് നിർണായകമായ ഒരു ദിവസമാണ്. ശക്തി തെളിയിക്കാനുള്ള ഒരു അവസരം കാണും. കാരണം ആ രീതിയിലുള്ള ഒരു സ്വീകരണമാണ് BJPയിൽ എത്തിയപ്പോൾ എന്തായാലും ലഭിച്ചിട്ടുള്ളത്. അഭിമാന പോരാട്ടവുമായി മാറുന്നു.